മിക്ക ബൊട്ടിക്കുകാരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി മന്തിൽ അവരുടെ പൈസ മുഴുവൻ എവിടേക്ക് പോയി, എവിടേക്കാണ് നഷ്ടപ്പെട്ടത് എന്നറിയാൻ പറ്റാതെ വളരെ വിഷമിക്കുന്നുണ്ട്. ശരിക്കും ഒരു നല്ല അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പ്രോബ്ലമാണിത്. നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മുടെ മണി എവിടെയാണ് ലീക്കേജ് ആയി പോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് വളരെ കറക്റ്റ് ആയിട്ടുള്ളതാണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ സ്റ്റോക്ക് എടുക്കാനും പുതിയ മെഷീൻസ് വാങ്ങിക്കുവാനും അങ്ങനെ ബിസിനസ്സിലുള്ള ഒരു വലിയ തലവേദന തന്നെ ഇല്ലാതാക്കാനും സാധിക്കുള്ളൂ. സോ അക്കൗണ്ടിങ് വളരെ കറക്റ്റ് ആയിരിക്കണം. ഇനിയിപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബൊട്ടിക്കിൽ വരുന്ന പൈസ രണ്ടായിട്ട് തരംതിരിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കെല്ലാം നമ്മുടെ ബൊട്ടിക്കിൽ വരുന്ന പൈസ എടുക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാനേ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ്സിൽ നിന്ന് വരുന്ന മണി, അതായത് സെയിൽസിൽ നിന്ന് വരുന്നത്, അഡ്വാൻസ് ഫ്രം ദ കസ്റ്റമേഴ്സ്, ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഇതൊക്കെ നമ്മൾ ബിസിനസ്സിലെ മണിയാണ്. പേഴ്സണൽ എക്സ്പെൻസസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ പേഴ്സണൽ മണിയിൽ ഉൾപ്പെടുത്തണം. കാരണം ഹൗസ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ പേഴ്സണൽ ഷോപ്പിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പേഴ്സണൽ മണിയിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് വളരെ പ്രശ്നം ഗുരുതരമാവുന്നത്. ഇപ്പോൾ ഇൻകം നമ്മൾ ഏതൊക്കെ തരത്തിൽ വരുന്നുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. സ്റ്റിച്ചിങ്ങിൽ ചാർജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ വിൽക്കുമ്പോൾ അത് വരുന്നുണ്ട്, ഓൾട്ടറേഷൻ ഇൻകം വേറെയുണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയും വരുമാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇൻകമായിട്ട് കണക്കാക്കുക. എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ഫാബ്രിക്കുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈലേഴ്സിൻ്റെ സാലറി, ഇലക്ട്രിസിറ്റി, റെൻറ്റ്, പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കില്ലേ, ബട്ടൺസ്, ലേസ്, സിബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെൻസസിൻ്റെ കാറ്റഗറി പെടുത്തണം. പിന്നെ നമുക്ക് ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പാക്കേജിങ്ങും ഡെലിവറി ചാർജും, അതുപോലെ തന്നെ നമ്മൾ പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ചാർജ്, ഇതൊക്കെ നമ്മുടെ എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ ഈ പ്രോഫിറ്റ് ഫോർമുല നമ്മൾ ഫോളോ ചെയ്യണം. പ്രോഫിറ്റ് ഇൻകം മൈനസ് എക്സ്പെൻസ്, അതെപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഡെയിലി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ബിസിനസ് ഓപ്പൺ ചെയ്യുന്ന മോർണിംഗ് തന്നെ നമ്മുടെ ബിസിനസ്സിലെ ബാലൻസ് എത്രയാണ്, നമ്മുടെ ഇൻകം എത്രയാണ്, എത്ര വരെയുണ്ട്, അതുപോലെ നമ്മുടെ എക്സ്പെൻസസ് എത്രയാണ്, ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, ക്ലിയർ ചെയ്യണം. നമ്മുടെ യുപിയിൽ വരുന്ന എമൗണ്ടും അതുപോലെ നമ്മൾ ക്യാഷ് ആയിട്ട് കിട്ടുന്ന എമൗണ്ടും കൂട്ടി നോക്കിയിട്ട് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു നോട്ട് ബുക്കിനകത്തോട്ട് നമുക്ക് അതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റിലോ ഒരുപാട് പുതിയ ആപ്പുകളുണ്ട്, നമ്മുടെ വളരെ ലിമിറ്റഡ് ആണെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇത്തരം കാര്യങ്ങളെ പരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ നിങ്ങളുടെ ബുട്ടിക്കിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ചെയ്യുന്ന ജോലിക്ക് കൂലി പറയാൻ പേടിയാണെങ്കിലും നമ്മുടെ ബിസിനസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്രയും ഒരു പൈസ പറഞ്ഞാൽ ഒരു പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ ഞാൻ ഇത്രയും കൂലി പറയാൻ ഞാൻ വർത്താണോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.